കോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി മുതൽ പുതിയൊരു ക്ലാസ്സിൻ്റെ ബയോളജി ചാപ്റ്റേഴ്സ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അതെ, നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിനെയാണ്. 10ാം ക്ലാസ്സിലെ ബയോളജി ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഷോർട്ട് നോട്ടായിരിക്കും നമ്മൾ വീഡിയോസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. ചാപ്റ്റർ 1 ജെനറ്റിക്സ് ഓഫ് ലൈഫ്. ലൈഫ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്. പക്ഷേ ജെനറ്റിക്സോ? എന്താണ് ജെനറ്റിക്സ്? യെസ്, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. അതായത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ജീൻ, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. അതായത് ജീനിനെ കുറിച്ചും ഹെറിഡിറ്റിനെ കുറിച്ചും വേരിയേഷനെ കുറിച്ചുള്ള ഒരു പഠനശാഖ അല്ലെങ്കിൽ പഠനമാണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ജീൻ, എന്താണ് ഹെറിഡിറ്റി, എന്താണ് വേരിയേഷൻ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ, ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, DNA സീക്വൻസിൻ്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ DNA സീക്വൻസ് ഇങ്ങനെ കൂടിയിട്ടാണ് ജീൻ ഉണ്ടാവുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയും. ഇനി എന്താണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പാരൻസിന്, ഒരു ഫാദർ ആൻഡ് മദർക്ക് ഒരു ഓഫ് സ്പ്രിങ്സ്, അതായത് ഒരു കുട്ടി ഉണ്ടായി. ഈ പാരൻസിന്റെ കണ്ണിന്റെ കളറ് ബ്ലാക്ക് ആണ്. അതേപോലെ തന്നെയാണ് കുട്ടിക്ക് കിട്ടിയ കണ്ണിന്റെ കളറും. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പാരൻസിന് കുട്ടി ഉണ്ടായി, പാരൻസിന്റെ മുടിയുടെ കളറ് ബ്രൗൺ ആയിരുന്നു. അതേ ബ്രൗൺ കളർ തന്നെ കുട്ടിക്കും കിട്ടി. അപ്പോൾ ഇതിന് പറയുന്നതാണ് എന്ത്? ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ട്രൈറ്റ് അതേപോലെ തന്നെ പാരൻസിൽ നിന്ന് ആരിലേക്ക് എത്തുക? കുട്ടിയിലേക്ക് എത്തുക. രണ്ടാമത്തേത് വേരിയേഷൻ. എന്താ വേരിയേഷൻ? ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് വ്യത്യാസം, അല്ലേ? ഈ പാരൻസിന് ബ്രൗൺ ഐ ആണെന്ന് വിചാരിക്കുക. ബ്രൗൺ കളറുള്ള കണ്ണാണുള്ളത്. പക്ഷേ കുട്ടിക്ക് കിട്ടിയപ്പോൾ ബ്ലാക്ക് കളറുള്ള കണ്ണായി. അപ്പോൾ അതെന്താണ്? വേരിയേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാഠത്തിലേക്ക് എടുക്കാം, അല്ലേ? നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. അതായത് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നതിൽ ഒരു മെത്തഡോളജി, ഒരു മെത്തേഡ് കണ്ടുപിടിച്ചതിന്, ഡെവലപ്പ് ചെയ്തതിന് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയ 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ഇമ്മാനുവൽ ചാർപോണ്ടി ആൻഡ് ജെന്നിഫർ എ ഡൗഡ്ന. ഈ 2 പേർക്കാണ് ഈ ഒരു നോബൽ പ്രൈസ് കിട്ടിയത്. എന്താണ് അവർ ചെയ്തത്? അതെ, അവർ ഡെവലപ്പ് ചെയ്തത് ജീൻ എഡിറ്റിങ്ങിലുള്ള ഒരു മെത്തഡോളജിയാണ്. അപ്പോൾ എന്താ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊതുവെ വീഡിയോസ് എടുക്കാറുണ്ട്, അതേപോലെ ഫോട്ടോസ് എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതെന്ത് ചെയ്യും? എഡിറ്റ് ചെയ്യും. അതായത് ഒന്നെങ്കിൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഒന്നെങ്കിൽ സ്ലോ ആക്കും, അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കും. അങ്ങനത്തെ പല പല എഡിറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു പ്രവൃത്തിയാണ്, അല്ലെ ഒരു മെത്തേഡാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. DNA സീക്വൻസിൽ ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ ഒന്നെങ്കിൽ ആഡ് ചെയ്യും, ആവശ്യമില്ലാത്തതിനെ നമ്മൾ എന്താക്കും? ഡിലീറ്റ് ചെയ്യും, അതായത് എടുത്തു കളയും. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ഈ ജീൻ എഡിറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. അവരുടെ ഡിസ്കവറിക്ക് ഒരു പേരുണ്ട്, അതാണ് ക്രിസ്പർ Cas9 ജീൻ എഡിറ്റിംഗ് ടെക്നോളജി. ഇതാണ് അവർ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ക്രിസ്പർ Cas9 ജീൻ എഡിറ്റിംഗ് ടെക്നോളജി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ലൊക്കേഷൻ ഓഫ് DNA എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. നമുക്കറിയാം സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരുണ്ട്? ക്രോമോസോം, അല്ലെ? ക്രോമോസോം എന്ന് പറയുന്ന ആള് ന്യൂക്ലിയസിന്റെ ഉള്ളിലുണ്ട്. ഈ ക്രോമോസോമിലാണ് ആരെ കാണാൻ പറ്റുന്നത്? DNA കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ക്രോമോസോം ഉണ്ടാക്കിയത് ഈ എന്ത് വെച്ചിട്ടാണ്? DNA സ്ട്രാൻഡ്സ് ഒക്കെ കൂടിയിട്ടാണ് ക്രോമോസോം ഉണ്ടായത്. സോ എവിടെയാണ് DNA കാണാൻ പറ്റുകയെന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമോസോമിലാണ് നമുക്ക് DNA കാണാൻ പറ്റുന്നത്. നമ്മളുടെ DNA എവിടെയാണ് കാണുന്നത് എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ ഈ DNA കാണാൻ എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ രൂപം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് DNA സിമ്പിൾ ആണ്. ഈ DNA സ്ട്രക്ചർ നമുക്കൊരു കഥ പോലെ പഠിക്കാൻ പറ്റുന്നതാണ്. ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ട 4 ആളുകളുടെ പിക്ചേഴ്സ് ആണ് നമ്മളിവിടെ കൊടുത്തത്. റോസാലിൻ ഫ്രാങ്ക്ലിൻ, മൗറീസ് വിൽക്കിൻസ്,
ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ. നമ്മൾ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ അല്ലെങ്കിൽ മോഡൽ ഓഫ് ഡി എൻ എ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ കേൾക്കുക രണ്ടാളുകളെ ആയിരിക്കും, ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സൺ. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്നായിരിക്കും. അപ്പോൾ ഈ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് എന്താണ്? അതെ, മോഡൽ ഓഫ് ഡി എൻ എ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഡി എൻ എനെ കുറിച്ചാണ് അവർ ചെയ്തത് എന്നതാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇൻ 1953 നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടിയിട്ടാണ് ഈ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ എന്ന് പറഞ്ഞ ഈ ഡി എൻ എന്റെ മോഡൽ കണ്ടുപിടിച്ചത്. അപ്പൊ അതിന്റെ പേരെന്താണ്? ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ. നമ്മളൊരു കാര്യം കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പായിട്ട് നമ്മളെ മനസ്സിലേക്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യും അല്ലേ? അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം കണ്ടിട്ടാവാം നമ്മൾ ആ ഒരു കണ്ടുപിടുത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഈ ഒരു കണ്ടുപിടുത്തം, അതായത് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ റോസാലിൻ ഫ്രാങ്ക്ലിനും മൗറീസ് വിൽക്കിനും എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തി. രണ്ടുപേരും എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തി. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഈ രണ്ടു പേർക്ക്, അതായത് വാട്സണും ക്രിക്കിനും എന്ത് കത്തിയത്? ഈ ഡി എൻ എക്ക് ഒരു മോഡൽ ഉണ്ടാക്കണം, അല്ലെ ഡി എൻ എന്റെ മോഡൽ കണ്ടുപിടിക്കുക, സ്ട്രക്ചർ കണ്ടുപിടിക്കണം എന്നുള്ള ഡിസ്കവറിയിലേക്ക് കൊണ്ടെത്തിച്ചത് നമ്മുടെ റോസാലിൻ ഫ്രാങ്ക്ലിനും മൗറീസ് വിൽക്കിന്റെയും എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിലൂടെയാണ്. റോസാലിൻ ഫ്രാങ്ക്ലിന് ഒരു ഫോട്ടോ 51 എന്ന് പറയുന്ന ഒരു ഇമേജ്, എക്സ്റേ ഇമേജ് ഓഫ് ഡി എൻ എ ആണ്. അപ്പോൾ അത് റോസാലിൻ ഫ്രാങ്ക്ലിൻ കണ്ടുപിടിച്ചു. അപ്പൊ ഈ ഫോട്ടോ 51 കണ്ടപ്പോഴാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? ആ ഡി എൻ എന്റെ സ്ട്രക്ചറിന്റെ ഒരു ഐഡിയ അല്ലെ മോഡലിന്റെ ഐഡിയ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഈ റോസാലിൻ ഫ്രാങ്ക്ലിന് 1958 മരണപ്പെട്ടിരുന്നു. അവർക്ക് 37 വയസ്സായിരുന്നു. അങ്ങനെ 1962 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മൗറീസ് വിൽക്കിൻ ഈ 3 ആൾക്കും കൂടിയിട്ട് നോബൽ പ്രൈസ് കിട്ടി. ഇൻ മെഡിസിൻ. എന്താണ് അവർ കണ്ടുപിടിച്ചത്? അതെ, ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ കണ്ടുപിടുത്തത്തിന് അവർക്കൊരു നോബൽ പ്രൈസ് ഇൻ മെഡിസിനും കിട്ടിയിട്ടുണ്ട്. നമ്മള് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ഡി എൻ എ എന്ന് പറഞ്ഞു. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള എന്താണ് ഒരു വേർഡാണ് അല്ലേ? അപ്പൊ സിമ്പിൾ ആണ് സംഭവം. ഡി എൻ എ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചർ, അതേപോലെ തന്നെ ഒരു സ്റ്റെയർ കേസിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു സിമിലാരിറ്റി തോന്നില്ലേ? യെസ്. അതായത് ഈ ഡി എൻ എന്റെ പിക്ചറിൽ കാണുന്ന സമയത്ത് ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ വളഞ്ഞുള്ളത് പോലെ തോന്നില്ലേ? അതെ. അപ്പോൾ ഈ ഡി എൻ എന്റെ ഒരു മോഡലും ഇതേ ഒരു സ്റ്റെയർ കേസ് പോലെ തന്നെയാണ്. സോ നമ്മൾ ഒരു കാര്യം കണ്ടാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത് മേക്ക് ചെയ്യാൻ, അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾ, മെറ്റീരിയൽസ് എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് അറിയണം അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡി എൻ എന്നെ ഉണ്ടാക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇതിന്റെ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി, ഒരു സ്റ്റെയർ കേസിൽ നമ്മൾ പിടിക്കുന്ന കൈപ്പിടി എന്ന് പറയുന്നില്ലേ, അത് ഒരു സ്ട്രാൻഡ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഇനി ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു ലൈൻ, അതായത് നമ്മുടെ ചവിട്ടുപടികൾ ഉണ്ടാവില്ലേ, അതിനെ പറയുന്ന പേരാണ് റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രാൻഡ് മെയ്ഡപ്പ് ചെയ്തത് ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റും കൊണ്ടാണ്. എന്തൊക്കെയാണ്? ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ്. അതേപോലെ റിങ്സ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് നൈട്രജൻ ബേസസ് കൊണ്ടാണ്. സോ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഡി എൻ എ ഉണ്ടാക്കിയത് ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഡി എൻ എ. ഈ ന്യൂക്ലിയോടൈഡ് വെച്ചാണ് എന്തുണ്ടായത്? ഡി എൻ എ ഉണ്ടായത്. അപ്പം ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് 3 കാര്യങ്ങൾ കൂടിയിട്ടാണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ, അതായത് ഒരു ഷുഗർ മോളിക്യൂൾ, ഡിയോക്സി റൈബോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസസ്. 3 കാര്യങ്ങൾ കൂടിയിട്ടാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത്. അങ്ങനെ പല ന്യൂക്ലിയോടൈഡ് വെച്ചിട്ടാണ് ഒരു ഡി എൻ എ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഓരോന്നും എന്താ നോക്കാം. ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. അതായത് കുറേ ന്യൂക്ലിയോടൈഡ്സ് വെച്ചാലേ നമുക്ക് DNA ഉണ്ടാക്കാൻ പറ്റൂ. ഒരു ന്യൂക്ലിയോടൈഡ് മാത്രം വെച്ച് നമുക്ക് DNA ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടില്ല. അപ്പം ഈ ഓരോ ന്യൂക്ലിയോടൈഡ്സിനെയും ലിങ്ക് ചെയ്യുന്ന, അതായത് ഒരു ന്യൂക്ലിയോടൈഡ് മറ്റൊരു ന്യൂക്ലിയോടൈഡുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് ഏത് വഴിയാണ്? ഈ ഫോസ്ഫേറ്റ് വഴിയാണ്. അടുത്തതാണ് ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണത്? 5 കാർബൺ ഷുഗർ ആണ്. കാർബൺ ആറ്റംസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഷുഗർ ആണ് ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആളാണ് നൈട്രജൻ ബേസസ്. എന്താണത്? നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട്. ഈ നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് 4 എണ്ണാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് അഡിനിൻ, രണ്ടാമത്തത് തൈമിൻ, മൂന്നാമത്തത് ഗ്വാനിൻ ആൻഡ് നാലാമത്തത് സൈറ്റോസിൻ. ഈ 4 എണ്ണത്തിനെയാണ് നമ്മൾ നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അഡിനിനെ നമുക്ക് ഷോർട്ടായിട്ട് A എന്ന് എഴുതിയാൽ മതി, തൈമിനെ T എന്ന് എഴുതിയാൽ മതി, ഗ്വാനിനെ G എന്ന് എഴുതിയാൽ മതി, സൈറ്റോസിനെ C എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമ്മളോട് ജസ്റ്റ് ഒരു DNA സ്ട്രക്ചർ വരയ്ക്കാൻ പറയുന്ന സമയത്ത് ഉള്ളിൽ നമ്മൾ നൈട്രജൻ ബേസസ് വരയ്ക്കൂലേ, അപ്പൊ നമ്മൾ അവിടെ അഡിനിൻ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, A എന്ന് എഴുതിയാൽ മതി. അതേപോലെ ഇപ്പൊ തൈമിൻ എന്ന് എഴുതണമെങ്കിൽ അവിടെ തൈമിൻ എഴുതണ്ട, T എന്ന് എഴുതിയാൽ മതി. അങ്ങനെയാണ് നമ്മൾ പൊതുവെ എഴുതാറ്. ഇനി മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അഡിനിന് ആരെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ? തൈമിൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. ഒരിക്കലും ഗ്വാനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സൈറ്റോസിൻ്റെ കൂടെയോ നിൽക്കില്ല. അപ്പോൾ അഡിനിന് ആരെ കൂടെ നിൽക്കുള്ളൂ? തൈമിൻ. അപ്പോൾ AT എന്ന് ഓർത്താൽ മതി. അത് TA എന്നും ആവാം അല്ലെ AT എന്നും ആവാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ബാക്കി രണ്ടാളെ കൂടെ നിൽക്കില്ല. ഇനിയിപ്പം ഗ്വാനിനാണെങ്കിൽ അത് സൈറ്റോസിൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. സൈറ്റോസിൻ ആണെങ്കിൽ അത് ഗ്വാനിൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ ഈ കാര്യം നമ്മൾ നൈട്രജൻ ബേസസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് DNA ഒരു സ്ട്രക്ചർ, ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മളൊന്ന് നേരാക്കിയാലുള്ള ആ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ ഒന്ന് നേരാക്കിയാലുള്ള ഒരു പിക്ചറും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രാൻഡ്സ് കാണാം, റിങ്സ് കാണാം. അതേപോലെ തന്നെ ഇവിടെ നീല കളറിൽ കാണുന്നതാണ് ഷുഗർ മോളിക്യൂൾ. നമ്മൾ പറഞ്ഞു 5 കാർബൺ കണ്ടെയ്നിങ് മോളിക്യൂൾ ആണെന്ന് പറഞ്ഞു, അതാണ് ഷുഗർ മോളിക്യൂൾ. ഇനി യെല്ലോ കളറിൽ കാണുന്നതാണ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരു ഷുഗറും മറ്റൊരു ഷുഗറും തമ്മിൽ ലിങ്ക് ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു ന്യൂക്ലിയോടൈഡും മറ്റൊരു ന്യൂക്ലിയോടൈഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നടുവിൽ പച്ച കളറിൽ റൗണ്ട് ചെയ്തതാണ് നൈട്രജൻ ബേസസ്. നമ്മൾ DNA സ്ട്രക്ചർ പറഞ്ഞ സമയത്ത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്ന് പറയുന്നത് ആരാണെന്നാ പറഞ്ഞത്? ന്യൂക്ലിയോടൈഡ് ആണെന്നാ പറഞ്ഞത് അല്ലേ. ആ ന്യൂക്ലിയോടൈഡ് 3 കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഷുഗർ മോളിക്യൂള്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഷുഗർ മോളിക്യൂള് ബ്ലൂ കളറിലുള്ള ഒരു പെൻറ്റഗൺ കൊടുത്തിട്ടുണ്ട്. 5 കാർബൺ കണ്ടെയ്നിങ് ഷുഗർ ആണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നൈട്രജൻ ബേസസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ നൈട്രജൻ ബേസസ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പോൾ ഈ ഒരു 3 ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസസും കൂടിയിട്ടുള്ളതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ DNA സ്ട്രക്ചറും പറഞ്ഞു, അതേപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് DNAയും പറഞ്ഞു. അപ്പൊ എവിടെയായിരുന്നു DNA ഉള്ളത്? സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമോസോമിലായിരുന്നു DNA ഉണ്ടായത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഈ ക്രോമോസോം എങ്ങനെയായിരിക്കും കാണാൻ എന്നതാണ്. ക്രോമോസോം. DNA and histone proteins are the primary components of a chromosome. അതായത് ഒരു ക്രോമോസോം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ DNA കൊണ്ടും ഹിസ്റ്റോൺ പ്രോട്ടീൻ കൊണ്ടും. ഒരു പ്രോട്ടീൻ ആണ്, ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൊണ്ടും DNA കൊണ്ടുമാണ് ഒരു ക്രോമോസോം ഉണ്ടാക്കിയത്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടിയാൽ അതിന് നമ്മൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്നാണ് പറയാം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പിക്ചർ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്ലൂ കളറിൽ നമ്മൾ സർക്കിൾ വരച്ചത് ഒരു ഹിസ്റ്റോൺ ആണെന്ന് കരുതുക. അങ്ങനത്തെ 8 ഹിസ്റ്റോൺസ് കൂടിയാൽ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറായി മാറും. ഇവിടെ റെഡ് കളറിൽ കൊടുത്തത് DNA സ്ട്രാൻഡ് ആണ്. 8 എണ്ണത്തിനെയും നമ്മൾ എന്താക്കണം? ഒരു കയറുകൊണ്ട് കെട്ടിയിടണം, എന്നാലേ അതൊരു ഗ്രൂപ്പ് പോലെ നിൽക്കുള്ളൂ അല്ലെ, അല്ലെങ്കിൽ അതെന്താവും? ചെതറി നിൽക്കുള്ളൂ.
അപ്പോൾ ഇതിനെ ഈ ഒരു കയറ് പോലെ കെട്ടിടുന്നതെന്ന് പറയുന്നത് എന്താണ്? DNA സ്ട്രാൻഡ് ആണ് ആ കയർ എന്ന് പറയുന്നത്. DNA സ്ട്രാൻഡ്സ് വൈൻഡ് അറൌണ്ട് ദിസ് ഒക്ടാമർ ടു ഫോം എ സ്ട്രക്ചർ കോൾഡ് ന്യൂക്ലിയോസോം. ഇവിടെ പറഞ്ഞു ആ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിനെ കെട്ടിയിടുന്നത് ഒരു കയറുണ്ട് അല്ലെ, ആ കയറാണ് DNA സ്ട്രാൻഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഹിസ്റ്റോൺ ഒക്ടാമറും DNA സ്ട്രാൻഡും കൂടിയിട്ടുള്ള ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഒക്ടാമർ എന്ന് പറഞ്ഞാൽ എന്താ? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ കൂടിയിട്ടുള്ളതാണ് ഒക്ടാമർ എന്ന് പറയുന്നത്. Chromosomes are formed by packing and coiling numerous nucleosomes and recoiling the chains of nucleosomes. ഇവിടെ നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ പിക്ചർ കൊടുത്തിട്ടുണ്ട്. DNA കാണാൻ പറ്റും. ഹിസ്റ്റോൺ പ്രോട്ടീൻ, ആ പിങ്ക് കളറിൽ കാണുന്ന റൗണ്ടാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടിയിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നുണ്ട്. ആ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും എന്തുണ്ട്? DNA സ്ട്രാൻഡ് ഇങ്ങനെ ചുറ്റി വരണിട്ടുണ്ട്. എന്ത് സ്ട്രക്ചറായി മാറും? അതെ, ഒരു ന്യൂക്ലിയോസോമായിട്ട് മാറും. ഇങ്ങനെ പല പല ന്യൂക്ലിയോസോംസിന്റെ ചെയിൻ ഫോം ചെയ്യുന്ന സമയത്ത് അത് ഒരു ക്രോമോസോമായിട്ട് മാറും. നമ്മളിവിടെ ക്രോമോസോം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. Chromatids are the parts of a chromosome which are connected by means of centromere. Centromere എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ ഉണ്ട്, സെൻട്രോമിയർ, സെന്ററിൽ കാണുന്ന അല്ലെ. ആ സെന്ററിൽ, അതായത് ഒരു ക്രോമോസോമിന്റെ സെന്ററിൽ കാണുന്ന പോർഷനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് പറയുന്നത്. അതിന്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ക്രോമാറ്റിഡ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു സൈഡിലത്തെ മാത്രമേ ആരോ കാണിച്ചിട്ടുള്ളൂ. മുകളിലത്തെ ആ ഒരു ആമോ എന്താണ്? ക്രോമാറ്റിഡ് തന്നെയാണ്. അപ്പോൾ ഈ ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ഈ ക്രോമോസോമിന്റെ ഭാഗമാണ്. അത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? സെൻട്രോമിയർ വഴി കണക്ട് ചെയ്തതാണ്. ഹ്യൂമാന്റെ കേസിൽ എത്ര ക്രോമോസോം ഉണ്ടാവും, അത് എങ്ങനെയൊക്കെ തരത്തിലുള്ളതാണ് എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഹ്യൂമാൻ ക്രോമോസോം. ഹ്യൂമാൻ ക്രോമോസോമിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് സൊമാറ്റിക് ക്രോമോസോം എന്നും രണ്ടാമത്തത് സെക്സ് ക്രോമോസോം എന്നും. ഇനി ഒരു ഹ്യൂമാന്റെ കേസിൽ എത്ര ക്രോമോസോം ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പറയേണ്ടത്? 23 പെയേഴ്സ് അല്ലെങ്കിൽ 46, അതായത് 46 എണ്ണം അല്ലെങ്കിൽ 23 പെയർ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ക്രോമോസോമിനെ, ഹ്യൂമാൻ ക്രോമോസോമിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സൊമാറ്റിക് ക്രോമോസോം എന്നും സെക്സ് ക്രോമോസോം എന്നും. ഇവിടെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു 23 പെയേഴ്സ് എന്നാണ് പറയുന്നത്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ എന്താ? ജോഡി എന്നാണല്ലേ അർത്ഥം. അതായത് 2 എണ്ണം കൂടിയാലേ എന്താ ഉള്ളൂ? ഒരു പെയറാവും. ചെരുപ്പ് എടുക്കുന്ന സമയത്ത് ഒരു പെയറാണ് എടുക്കുക, അതായത് 2 ചെരുപ്പ് ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഈ ക്രോമോസോമും ഒരു പെയറായിട്ടാണ് നിൽക്കുക. അപ്പൊ ഇവിടെ നമ്മൾ സൊമാറ്റിക് ക്രോമോസോമിൽ 22ഉം പിന്നെ 23ാമത്തത് സെക്സ് ക്രോമോസോമും ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 2 എണ്ണം കണ്ടിട്ട് എക്സും വൈയും എക്സും കണ്ടിട്ട് ഡൗട്ട് അടിക്കേണ്ട. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് പറയാം. അതായത് ഇവിടെ ഒന്നെങ്കിൽ XY അല്ലെങ്കിൽ XX എന്ന് പറയുന്ന രീതിയിലാണ് സെക്സ് ക്രോമോസോംസ് ഉണ്ടാവുക. സൊമാറ്റിക് ക്രോമോസോമും സെക്സ് ക്രോമോസോമും എന്താണെന്ന് നമുക്ക് നോക്കാം. സൊമാറ്റിക് ക്രോമോസോം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് ക്രോമോസോമാണ്? ഈ ഒരു സൊമാറ്റിക് ക്രോമോസോമാണ്. ഇനി സെക്സ് ക്രോമോസോം ആണെങ്കിൽ ഇൻവോൾവ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ, അതായത് നമ്മൾ മെയിലാണോ ആണാണോ ഫീമെയിലാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ഏത് ക്രോമോസോമാണ്? സെക്സ് ക്രോമോസോമാണ്. സൊമാറ്റിക് ക്രോമോസോം എത്ര എണ്ണാണുള്ളത്? 22 പെയേഴ്സ് അല്ലേ. നമ്മൾ നേരത്തെ പിക്ചർ കണ്ടപ്പോൾ അതിൽ 22 എണ്ണാണ് കണ്ടത്, 22 പെയറുകളാണ് കണ്ടത്. ഇനി സെക്സ് ക്രോമോസോം 2 ടൈപ്സ് ആണ് ഉണ്ടാവുക. എക്സ് ക്രോമോസോമും ഉണ്ടാവും, Y ക്രോമോസോമും ഉണ്ടാവും. ഇവ പറയുകയാണെങ്കിൽ എക്സ് ക്രോമോസോം എന്ന് പറയുന്നത് വലുതായിരിക്കും, ലാർജർ ആയിരിക്കും. നമുക്ക് പിക്ചറിൽ ശ്രദ്ധിച്ചാൽ കാണും എക്സ് ക്രോമോസോം Y ക്രോമോസോമിനെക്കാട്ടിലും വലുതായിരിക്കും. Y ക്രോമോസോം എന്തായിരിക്കും? ചെറുതായിട്ടാണ് കാണാൻ പറ്റുക. അപ്പൊ ഇങ്ങനത്തെ 2 എക്സ് ക്രോമോസോം കണ്ടാൽ അത് ഏത് സെക്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഫീമെയിലിനെ ആയിരിക്കും. XX എന്ന് കണ്ടാൽ ഫീമെയിൽ ആണ്, XY എന്ന് കണ്ടാൽ അത് മെയിലാണ്. അപ്പൊ നമ്മൾ പിക്ചറും നോക്കി പഠിക്കണം. അപ്പൊ പിക്ചറിൽ ഇപ്പോൾ ഒരു വലിയൊരു ക്രോമോസോമും ഒരു ചെറിയൊരു ക്രോമോസോമും ആണ് കാണുന്നതെങ്കിൽ അത് മെയിലാണോ ഫീമെയിൽ ആണോ?
മെയിലാണ്, അതായത് അത് XY ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു Y എന്ന് പറയുന്നത് പൊതുവെ സ്മോളർ, ചെറുതായിരിക്കും ദാൻ ദാറ്റ് ഓഫ് എന്താണ് X ക്രോമോസോമിനെക്കാട്ടിലും. സൊമാറ്റിക് ക്രോമോസോമിൽ എന്താ പറയുന്നത്? ഹോമലോഗസ് ക്രോമോസോം ആണ്. അതായത് ഹോമലോഗസ് ക്രോമോസോം എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമോസോം, അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ക്രോമോസോമിന്റെ പെയറാണ്, ജോഡികളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ സൊമാറ്റിക് ക്രോമോസോമിന്റെ ആ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ കാണും ഓരോ ക്രോമോസോമിന്റെ ജോഡികളും എന്താണ് സെയിം ആണ്. അപ്പൊ അങ്ങനത്തെ ഐഡന്റിക്കൽ ക്രോമോസോമിന്റെ പേരിനെ പറയുന്ന പേരാണ് ഹോമലോഗസ് ക്രോമോസോം എന്ന് പറയുന്നത്. അടുത്തത് സെക്സ് ക്രോമോസോമിലെ SRY ജീനെ കുറിച്ചാണ് പറയുന്നത്. SRY ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ Y ക്രോമോസോമിൽ കാണാൻ പറ്റുന്ന ഒരു ജീനാണ് SRY ജീൻ. ഈ ഒരു SRY ജീൻ ഉണ്ടായാലാണ് ഈ എംബ്രിയോ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ടെസ്റ്റിസ് ഫോം ചെയ്യുന്നത്. ടെസ്റ്റിസ് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. അപ്പൊ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാവാനുള്ള കാരണം Y ക്രോമോസോമിലുള്ള ഈ ഒരു SRY ജീനാണ്. ടോട്ടൽ ക്രോമോസോം ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് 23 പെയേഴ്സ് ഓർ 46 എന്ന് പറയാം. ഇത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും 23 പെയേഴ്സ് അല്ല, അത് വ്യത്യാസമുണ്ട്. ഹ്യൂമാനിൽ മാത്രമാണ് 23 പെയേഴ്സ് ഓർ 46 എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ 23 പെയേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ 46 എന്ന് പറയാം. ഇതിന്റെ കേസിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാൻ പറഞ്ഞാൽ 44 + XY ആയിരിക്കും. ഇതിൽ 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമോസോമിന്റെ എണ്ണാണ്, XY എന്ന് പറയുന്നത് സെക്സ് ക്രോമോസോം ആണ്. ഇനി ഫീമെയിലിന്റെ കേസിൽ ഏതാണ്? 44 + XX ആണ്. അതിൽ 44 എന്ന് പറയുന്നത് സൊമാറ്റിക് ക്രോമോസോമും XX എന്ന് പറയുന്നത് സെക്സ് ക്രോമോസോമുമാണ്. നമ്മൾ നോർമൽ കേസ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. അതായത് ഫീമെയിലിന്റെ കേസിലാണ് 44 + XX-ഉം മെയിലിന്റെ കേസിലാണെങ്കിൽ 44 + XY-യും ആണ്. അപ്പൊ ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് ഡിഫറെൻറ്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഒന്നാമത്തേതാണ് 44 + X0. ഇതെന്ന് പറയുന്നത് പൊതുവെ ഫീമെയിൽസിൽ കണ്ടുവരുന്നതാണ്. ടേണേഴ്സ് സിൻഡ്രോം എന്ന് ഇതിനെ നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഫീമെയിലിന്റെ 44 + XX എന്നതിന് പകരം 44 + X0, ഒരു X കുറവായിരിക്കും. അടുത്തതാണ് 44 + XXX. ഇതും ഫീമെയിൽസ് ആണ് കാണുക. ആൻഡ് ദിസ് ഇസ് XXX സിൻഡ്രോം എന്ന് പറയും. 44 + XXY ഇത് മെയിലിന്റെ കേസിലാണ് കൂടുതലായിട്ട് കാണുക. ഇത് നമ്മൾ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയും. 44 + XYY എന്ന് പറയുന്നതും മെയിലിന്റെ കേസിലാണ്. അതിനെ നമ്മൾ XYY സിൻഡ്രോം എന്ന് പറയും. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം. ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ DNA പോലെയാണ്. പക്ഷേ DNAക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരു സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ മോഡേൺ ആയിട്ടുള്ള സ്റ്റെയർ കേസ് ഉണ്ടാവില്ലേ, അതേപോലെയാണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് RNA പൊതുവെ പറയുകയാണെങ്കിൽ DNA കുടുംബം തന്നെ ആയിട്ട് വരും, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളെന്ന് മാത്രം. അപ്പൊ എന്താ നോക്കാം. അനദർ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് സിമിലർ ടു DNA മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പൊ ഇവിടെയും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? RNA ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു DNA കേസിലാണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസസും കൂടിയിട്ടാണ് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടായത്. പക്ഷേ ഇവിടുത്തെ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത് റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസും കൂടിയിട്ടാണ് ഉണ്ടായത്. ഇനി ഇവിടുത്തെ നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിലാണ്. നമ്മൾ നേരത്തെ DNA കേസ് പറഞ്ഞു, ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ്. പക്ഷേ RNA കേസിൽ റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ കേസിൽ നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ തൈമിന് പകരം യുറാസിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ അത് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? U എന്നായിരിക്കും. അപ്പൊ അഡിനിന്റെ കൂടെ ആരെയാ പെയർ ചെയ്യേണ്ടത്? യുറാസിലിനെയാണ്. അതായത് AU ആണ് വരിക. അതേപോലെ ഗ്വാനിന്റെയും സൈറ്റോസിന്റെയും അത് തന്നെ. അതായത് ഗ്വാനിന് ആരെ കൂടെയായിരിക്കും? സൈറ്റോസിന്റെ കൂടെയായിരിക്കും. യുറാസിൽ ഒരിക്കലും ഗ്വാനിന്റെ കൂടെയോ സൈറ്റോസിന്റെ കൂടെയോ ഉണ്ടാവില്ല. ആരെ കൂടെ മാത്രമായിരിക്കും? അഡിനിന്റെ കൂടെ മാത്രമായിരിക്കും. സോ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. പിന്നെ മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് ഓഫ് ദ RNAs ഹാവ് സിംഗിൾ സ്ട്രാൻഡഡ്. നമ്മൾ പറഞ്ഞു RNA പിക്ചർ കണ്ടപ്പോൾ അവിടെ ഒരു സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഇപ്പോൾ സ്റ്റെയർ കേസിന്റെ ആ കൈപ്പിടി നോക്കുകയാണെങ്കിൽ ഒരു പിടി മാത്രമേ ഉള്ളൂ അല്ലേ?
അതിന് നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ സ്ട്രാൻഡഡ് എന്ന്. നമുക്ക് ജീൻ എന്താണെന്ന് നോക്കാം. എ ജീൻ ഇസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. അതായത് ഒരു ഹെറിഡിറ്റിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാല്, അതെ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ കുട്ടിക്കും എന്ത് കിട്ടും, അതേ കറുപ്പ് മുടി ബ്ലാക്ക് ഹെയർ കിട്ടും. അതാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. അതായത് DNA സ്പെസിഫിക് ആയിട്ട് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് കൂടിയിട്ടാണ് ഒരു ജീൻ ഉണ്ടാവുന്നതെന്ന് പറയാം. എ സെഗ്മെന്റ് ഓഫ് DNA that contains the instruction for a specific trait or function. സ്പെസിഫിക് ആയിട്ടുള്ള ട്രൈറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉൾക്കൊള്ളുന്ന ഒരു DNA സെഗ്മെന്റ് ആണ് ജീൻ എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ഒരു ഇലുസ്ട്രേഷൻ ഓഫ് ജീന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പൊ ജീൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ, സെല്ലിലുള്ള, ന്യൂക്ലിയസിലുള്ള, ക്രോമോസോമിലുള്ള DNA ആരെ കാണാൻ പറ്റുക, ജീനെ കാണാൻ പറ്റുക. കൂട്ടുകാരെ, നമ്മൾ ഇത്രയും ഭാഗമാണ് ഈ പാർട്ട് 1 വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ വീഡിയോന് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കും ഒന്ന് ഉപകാരപ്രദമായിക്കോട്ടെ. അതേപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.